ഓണം എക്സാം 2026 ക്ലാസ് 6 മാത്സ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സീത ഡ്രൂ എ സർക്കിൾ ആൻഡ് കളേർഡ് 7/12 ഓഫ് ഇറ്റ്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഈസ് ലെഫ്റ്റ് ടു ബി കളേർഡ്? അപ്പോൾ സീത ഒരു സർക്കിൾ വരച്ചു. അതിൽ 12 ഭാഗങ്ങളുണ്ട്. അതിൽ 7 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഈസ് ലെഫ്റ്റ് ടു ബി കളേർഡ്? ഇനി എത്ര പാർട്ട് എന്ത് ചെയ്യണം, കളർ ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യന്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ 7/12 എന്നാണ് തന്നത്. അപ്പോൾ എത്ര പാർട്ടുണ്ട്? മൊത്തം 12 പാർട്ടുണ്ട്. അപ്പോൾ 2/12 എന്ന് 7/12 നമ്മൾ കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 5/12. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 5/12. ഇവിടെ 7 പാർട്സ് ആണ് കളർ ചെയ്തത്. ഇനി 5 പാർട്സ് കൂടി കളർ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഡിനോമിനേറ്ററിന് നോമിനേറ്റർ കുറച്ചാലും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 12 7 നമ്മൾ മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് 5 കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. യൂസിങ് ദ ഫ്രാക്ഷൻ 2/5, 3/4, 3/5. ഓക്കെ, 2/5, 3/4, 3/5. അപ്പോൾ ഇതിൽ പിന്നെ ഏറ്റവും ഫ്രം ദ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് യൂസിങ് നമ്മൾ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പിൾ വെച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 2/5 ഉണ്ട്. ഓക്കെ, ഇവിടെ 2/5 ഉണ്ട്, 2/5 ഉണ്ട്. പിന്നെ ഉള്ളത് എന്താണ്? 3/4 ഉണ്ട്, പിന്നെ 3/5 ഉണ്ട്, 3/5. അപ്പോൾ നമ്മൾ ഇതിനെയൊക്കെ ഒരേ ഡിനോമിനേറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. എന്നാലേ നമുക്ക് ചെറുത് ഏതാ വലുത് ഏതാന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ 2/5, 5, 4 ഇതിൽ കോമൺ ആയിട്ടുള്ള നമുക്കറിയാം 20 ആണ്. 5ൻ്റെയും 4ൻ്റെയും മൾട്ടിപ്പിൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് കാണാവുന്ന 20 ആണ്. അപ്പോൾ 5നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 20 ആവുക? 4 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 20 ആവുക. അപ്പോൾ നമ്മൾ 2നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 8/20 കിട്ടി നമുക്ക് ആദ്യത്തെ. ഇനി 3/4 ആണെന്ന് വെച്ചാൽ 5നെ നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പോൾ 3 × 5 15, 4/5 20. ഇനി അടുത്തത് നമ്മളത് എത്രയാണ്? 3/5 ആണ്. അതും നമ്മൾ 5 കൊണ്ട് ഇൻറ്റു ചെയ്യാണ്. 3 × 5 15. ഓക്കെ, 3 ഇവിടെ 4 ആണ് വേണ്ടത്. 3 × 4 12, 12/20. ഓക്കെ, 3 × 4, അതായത് 5നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 20 കിട്ടുക. അപ്പോൾ നമ്മൾ 3നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് 8/20, 15/20, 12/20. ഇപ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ, ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് ഡിസൈഡ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ഇതിൽ ഏറ്റവും ചെറുത് വരുന്നത് ഏതാണ്? 8/20 ആണ്. അതിൻ്റെ ഏതാണ്? 2/5 ആണ്. അപ്പോൾ 2/5 ആണ് ഏറ്റവും ചെറുത്. പിന്നെ അടുത്ത് വരുന്നത് 3/5 ആണല്ലേ. 12/20ൻ്റെ 3/5 ആണ്. പിന്നെ അടുത്ത് വരുന്നത് 15/20 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ എഴുതുക? ഇതാണ് നമ്മൾ എഴുതേണ്ടത്. 2/5, പിന്നെ 3/5, പിന്നെ 3/4. ഇങ്ങനെയാണ് നമ്മുടെ ഏറ്റവും വലുത് ഇതിൽ 3/4 ആണ്, ഏറ്റവും ചെറുത് ഇതിൽ 2/5 ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നിട്ടുണ്ട്, നമ്മൾ കോമൺ ഡിനോമിനേറ്ററിലേക്ക് ആക്കണം, എന്നിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ടാങ്ക് ക്യാൻ ഹോൾഡ് 10 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആൻഡ് കറൻ്റ്ലി 3/4 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. ഒരു ടാങ്കിൽ എത്ര വെള്ളമുണ്ട്? ഒരു ടാങ്കിൽ 10 ലിറ്റർ വെള്ളമുണ്ട്. അതിലിപ്പം ഉള്ളത് കറൻ്റ് 3/4 ലിറ്ററാണ് വെള്ളം ഇപ്പോൾ ടാങ്കിലുള്ളത്. പക്ഷെ ടാങ്കിന് 10 ലിറ്റർ വെള്ളം കൊള്ളും. പക്ഷെ ഇപ്പോൾ 3/4 വെള്ളമുള്ളൂ ഉള്ളത്. ഹൗ മെനി മോർ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ നീഡ് ടു ബി ആഡഡ് ടു ഫിൽ ദ ടാങ്ക്? അപ്പോൾ എത്ര വെള്ളം ഇനി നമുക്ക് ചേർക്കാമെന്നാണ്. സിമ്പിളാണ്. നമുക്ക് ആദ്യം ടാങ്കിൻ്റെ കപ്പാസിറ്റി 10 ആണ്, 10 ആണ്. അതിൽ നിന്ന് 3/4 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടും എത്ര ഇനി പറ്റും എന്നുള്ളത്, എത്ര ഇനി ആഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ 10, അപ്പോൾ നമുക്ക് 10, 3 ആണ്. അപ്പം 10 - 3 നമ്മൾ വേറെ വെച്ചു. അപ്പോൾ അത് എത്രയാണ്? 7 ആണ് അല്ലേ.
ഇനി 7 മൈനസ് 3/4 ആണ് നമ്മൾ ചെയ്യേണ്ടത്. 7 മൈനസ് 3/4. 7ന്ന് 3/4 മൈനസ് ചെയ്താൽ എത്രയാണ്? അപ്പോൾ അതെത്രയാണ്? 6 1/4 ആണ് നമുക്ക് ചെയ്താൽ കിട്ടുക. 6 1/4 ലിറ്റർ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇനി if two strings each 1.5 meters long are placed end to end, what will be the total length? അപ്പോൾ ഒരു സ്ട്രിങ് 1.5 മീറ്റർ ആണ്. അത് രണ്ടും കൂട്ടി യോജിപ്പിച്ചാൽ എത്ര കിട്ടും എന്നാണ്. ഓക്കെ, അപ്പോൾ 1 + 1 + 1/2 + 1/2. അപ്പോൾ 1 + 1 + 2, 2 + 3. ഓക്കെ, ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് 2/2 ആണ്. 2/2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 1. ഓക്കെ, ഇനി അടുത്തത് ആശാദേവ് ബോട്ട് 20 liters ഓഫ് bought 20 liters of 20 meters of a string. He cut off a piece of 5 3/4 meters from it. Then a piece of 6 1/2 meters long later. What is the length of a string left? Answer. ഓക്കെ, ആശാദേവ് 20 മീറ്റർ വാങ്ങി. 20 മീറ്റർ സ്ട്രിങ് വാങ്ങി. അത് എന്തായി? കട്ട് ഓഫ് പീസസ് 5 3/4 മീറ്റർ ലോങ്. ഫസ്റ്റ് ആദ്യം 20 മീറ്ററിന് 5 3/4 ലോങ് മുറിച്ച് മാറ്റി. പിന്നെ 6 1/2 മീറ്റർ മുറിച്ച് മാറ്റി. അപ്പം എത്രയാണ് ഇപ്പോൾ ഉള്ളതെന്ന്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയിട്ട് 20 നിന്ന് നമ്മൾ മൈനസ് ചെയ്യണം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5 + 3/4 അതേപോലെ 6 1/2 നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം നമ്പേഴ്സ് ആഡ് ചെയ്തു. 5 + 6 + 3/4 + 1/2. 5 + 6 എത്രയാണ്? 11 ആണ്. 11. അപ്പോൾ 11 + 3/4 + 1/2. ഇനി 3/4 1/2 നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 3/4നെ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. ഈ 4ലേക്ക് 2 കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 1/2 4ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 × 2 ആണ് 4. 1 × 2 2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്? 11 + 3/4 + 2/4. അപ്പോൾ 11 3/4 2/4 കൂട്ടിയാൽ എത്രയാണ്? 5/4 ആണ്. ആ 5/4 ഇനി നമ്മൾ വീണ്ടും സാധാ ഫ്രാക്ഷനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 11 + 1 1/4. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയത് 12 1/4 12 1/4 മീറ്റർ ആണ് നമുക്ക് രണ്ടും കൂട്ടിയാൽ കിട്ടിയത്. ഇതല്ല നമ്മുടെ ആൻസർ. അത് ഇനി എത്രയാണ് ബാക്കിയുള്ളത് എന്നാണ്. അപ്പോൾ 20 നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 12 1/4 മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി 20 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആ 20 നിന്ന് നമ്മൾ 12 1/4 മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 20 നിന്ന് നമ്മൾ ആദ്യം നമ്പർ മൈനസ് ചെയ്യുക. 12 ആണ്. അപ്പോൾ നമുക്ക് 8 കിട്ടി. ഇനി 8 നിന്ന് 1/4 നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ, 8 നിന്ന് 1/4 മൈനസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 8 - 1/4 എന്ന് പറയുമ്പോൾ 7 3/4 മീറ്റർ ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ.